2004 ഡിസംബർ 26 ലോകം ഒരു സാധാരണ ഞായറാഴ്ചയിലേക്ക് ഉണരുകയായിരുന്നു. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പങ്ങളിൽ ഒന്നിന് തുടക്കമായിരുന്നു. അതിനുശേഷം കടലിൽ രൂപപ്പെട്ട ഭീമൻ തിരമാലകൾ മണിക്കൂറുകൾക്കുള്ളിൽ പല രാജ്യങ്ങളെയും തകർത്തു. 2 ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എന്താണത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ സുനാമി എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ തിരമാലകൾ എത്ര ദൂരം സഞ്ചരിച്ചു? ഇതാണ് 2004 ഇന്ത്യൻ ഓഷ്യനുണ്ടായ സുനാമിയുടെ മുഴുവൻ കഥ. 2004 ഡിസംബർ 26 ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറൻ തീരത്തിന് സമീപം കടലിനടിയിൽ ഏകദേശം 9.1 മാഗ്നിറ്റ്യൂഡ് ഭൂകമ്പമുണ്ടായി. ഇത് സാധാരണ ഒരു ഭൂകമ്പമായിരുന്നില്ല. ഇന്ത്യ പ്ലേറ്റ് എന്ന ടെക്ടോണിക് പ്ലേറ്റ് ബർമ മൈക്രോ പ്ലേറ്റിന്റെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ഈ ഭൂകമ്പം ഉണ്ടായത്. ഭൂമിയുടെ അടിയിൽ ഏകദേശം 1200 കിലോമീറ്ററോളം നീളത്തിൽ ഫോൾട്ട് റപ്ചർ സംഭവിച്ചു. ഇത് ഭൂമിയുടെ ക്രസ്റ്റ് വലിയ തോതിൽ നീങ്ങിയപ്പോൾ കടലിന്റെ അടിത്തട്ടും പല മീറ്റർ ഉയർന്നു. അതിന് മുകളിലുണ്ടായിരുന്ന വലിയ ജലരാശി പെട്ടെന്ന് മുകളിലേക്ക് തള്ളപ്പെട്ടു. അവിടെ നിന്നാണ് മഹാദുരന്തത്തിന്റെ തുടക്കം. കടലിൽ വലിയ തിരമാലകൾ ഉണ്ടാകുന്നത് മാത്രം സുനാമിയല്ല. കടലിന്റെ അടിത്തട്ടിൽ വലിയ തോതിൽ പെട്ടെന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് അതിനു മുകളിലുള്ള വെള്ളവും ശക്തമായി നീങ്ങുന്നത്. ആദ്യം ആ സുനാമി ഡീപ്പ് ഓഷ്യനിൽ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. ആഴക്കടലിൽ സുനാമിയുടെ ഉയരം താരതമ്യേന കുറവായിരിക്കും. പക്ഷേ അതിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ വരെ എത്താം. കരയോടടുക്കുമ്പോൾ കടലിന്റെ ആഴം കുറയുന്നു. തിരയുടെ വേഗത കുറയുമ്പോൾ അതിന്റെ എനർജി വെള്ളത്തിന്റെ ഉയരത്തിലേക്ക് മാറുന്നു. അങ്ങനെ തിരമാല ഉയരാൻ തുടങ്ങുന്നു. ഭൂകമ്പത്തിന്റെ എപ്പിസെന്ററിന് ഏറ്റവും അടുത്ത പ്രദേശമായ ആഖയായിരുന്നു ഏറ്റവും ഭീകരമായി ബാധിക്കപ്പെട്ടത്. പാണ്ഡാഖയിൽ ഭൂകമ്പത്തിന് ഏകദേശം 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ സുനാമി എത്തി. ചില പ്രദേശങ്ങളിൽ സുനാമി റണ്ണപ്പ് ഏകദേശം 30 മീറ്ററിലധികം രേഖപ്പെടുത്തി. അതായത് 10 നില കെട്ടിടത്തിന്റെ ഉയരം. വെള്ളം കിലോമീറ്ററുകൾ അകത്തേക്ക് കയറി. വീടുകളും വാഹനങ്ങളും മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ശക്തമായി ഒലിച്ചുപോയി. ആഖെ പ്രദേശത്ത് മാത്രം 1 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1 ലക്ഷത്തിലധികം പേരെ കാണാതാകുകയും ചെയ്തു. പക്ഷേ സുനാമി അവിടെ അവസാനിച്ചില്ല. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വിവിധ ദിശകളിലേക്ക് പടർന്നു. ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ്, മാലദ്വീപ്, മലേഷ്യ, പിന്നീട് ആഫ്രിക്കയുടെ കിഴക്കൻ തീരം വരെ സുനാമി എത്തി. ശ്രീലങ്കയിൽ സുനാമി എത്താൻ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ എടുത്തു. തായ്ലൻഡിൽ ഏകദേശം 1.5 മുതൽ 2 മണിക്കൂർ വരെ. ഇതൊരു സ്ഥലത്തെ മാത്രം ബാധിച്ച ദുരന്തമായിരുന്നില്ല, ഒരു മുഴുവൻ ഓഷ്യൻ ബേസിനെ ബാധിച്ച ദുരന്തമായിരുന്നു. ഇന്ത്യയിലും സുനാമി വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള തുടങ്ങിയ തീരപ്രദേശങ്ങൾ ബാധിക്കപ്പെട്ടു. കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ 16,269 പേരെ കാണാതാവുകയോ മരിക്കുകയോ ചെയ്തു. കടൽ പെട്ടെന്ന് പിൻവാങ്ങിയതും പിന്നീട് വലിയ തിരമാലകൾ വരുന്നതും പലരും കണ്ടു. പക്ഷേ അന്ന് സുനാമി വാർണിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നതിനാൽ പലർക്കും അതിന്റെ അപകടം മനസ്സിലായില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 2004 സുനാമിയിൽ 2,27,899 പേർ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തതായി കണക്കുകൾ പറയുന്നു. ഏകദേശം 1.7 മില്യൺ ആളുകൾ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആകെ സാമ്പത്തിക നഷ്ടം ഏകദേശം $13 ബില്യൺ കണക്കാക്കപ്പെടുന്നു. ഇന്തോനേഷ്യയായിരുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യം. അവിടെ മാത്രം 1,67,000-ലധികം ആളുകൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തു. ഈ സുനാമിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ വ്യാപ്തിയാണ്. സുമാത്രയിൽ ചില സ്ഥലങ്ങളിൽ 30 മീറ്ററിലധികം റണ്ണപ്പ് നടത്തി. എന്നാൽ സുനാമി അതിന്റെ എനർജി നഷ്ടപ്പെടാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചു. സൊമാലിയ വരെ ഏകദേശം 5000 കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളിൽ സുനാമിയുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് 2004 സുനാമി ഒരു രാജ്യത്തിന്റെ ദുരന്തമല്ല, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു മഹാദുരന്തമായി മാറി. 2004 ശേഷം ഒരു പ്രധാന ചോദ്യം ഉയർന്നു. ഇതുപോലൊരു സുനാമി വീണ്ടും ഉണ്ടായാൽ എങ്ങനെ ആളുകൾ രക്ഷിക്കും? സുനാമി വാർണിംഗ് സിസ്റ്റം, ഓഷ്യൻ മോണിറ്ററിംഗ്, ഇവാക്യുവേഷൻ പ്ലാൻസ് എന്നിവ കൂടുതൽ ശക്തമാക്കാൻ രാജ്യങ്ങൾ തുടങ്ങി. ഒരു സുനാമിയെ തടയാൻ മനുഷ്യന് കഴിയില്ല, പക്ഷേ അതിന്റെ മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചാൽ ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ സാധിക്കും. 2004 ഡിസംബർ 26 നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതി ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാനാകാത്തത്ര ശക്തമാണ്. പക്ഷേ അറിവും മുന്നറിയിപ്പും തയ്യാറെടുപ്പും അതിനു മുന്നിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. 2004 സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്തരം യഥാർത്ഥ ലോക സംഭവങ്ങളും അതിലെ പിന്നിലെ ശാസ്ത്രവും അറിയാൻ
മലയാളികളുടെ സബ്സ്ക്രൈബ് ചെയ്യും.